السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് അവന്റെ കരുണ കൊണ്ട് അവന്റെ ഉദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നാം ഓരോ ദിനവും മുടങ്ങാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല സമിഅനാ അബി വഅന അഖൂലു اللهم إني أسألك الجنة ونعيمها وبهجتها وكذا وكذا وأعوذ بك من النار وسلاسلها وأغلالها وكذا وكذا. فقال يا بني إني سمعت رسول الله صلى الله عليه وسلم يقول سيكون قوم يعتدون في الدعاء فإياك أن تكون منهم إنك إن أعطيت الجنة أعطيتها وما فيها من الخير وإن أعدت من نار أعدت منها وما فيها من الشر. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ ഇപ്രകാരം ദുആ ചെയ്തു: അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗ്ഗവും അതിലെ അനുഗ്രഹങ്ങളും അതിലെ വസന്തങ്ങളും ഇന്ന വസ്തുക്കളും ചോദിക്കുന്നു. ഞാൻ നരകത്തിൽ നിന്ന്, അതിന്റെ ചങ്ങലകളിൽ നിന്ന്, കയ്യാമങ്ങളിൽ നിന്നും ഇന്ന വസ്തുക്കളിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. ഇത് കേട്ട പിതാവ് പറഞ്ഞു, മകനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം അരുളിയതായി ഞാൻ കേട്ടിട്ടുണ്ട്. ദുആയിൽ പരിധി ലംഘിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അടുത്തു തന്നെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ അവരിൽ പെടാതെ സൂക്ഷിക്കുക. നിനക്ക് സ്വർഗം ലഭിച്ചാൽ അതിലെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ്. നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷ ലഭിച്ചാൽ അതിലെ എല്ലാ പ്രയാസത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ദുആയിൽ ഇത്തരം വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. മറിച്ച് സ്വർഗത്തെ തേടുകയും നരകത്തിൽ നിന്ന് അഭയം തേടുകയും ചെയ്താൽ മതിയാകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വലിയൊരു കാര്യമാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ, നീ എനിക്ക് സ്വർഗ്ഗം തരണം, ആ സ്വർഗ്ഗത്തിലെ പഴങ്ങൾ തരണം, അതിലെ വസന്തങ്ങൾ തരണം എന്നൊക്കെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്തു പറയുന്നത് കേട്ടപ്പോൾ അതുപോലെ നരകത്തിൽ നിന്ന് പടച്ചവനെ, നരകത്തിന്റെ തീയിൽ നിന്ന്, നരകത്തിന്റെ ചങ്ങലയിൽ നിന്ന് ഇന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോ മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, മോനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദുആഇന്റെ പരിധി ലംഘിക്കാൻ പാടില്ല. അങ്ങനെ ലംഘിക്കുന്ന ഒരു വിഭാഗം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സ്വർഗം വേണമെങ്കിൽ സ്വർഗം ചോദിക്കുക, നരകമോചനം വേണമെങ്കിൽ നരകമോചനം ചോദിക്കുക. നരകമോചനം ലഭിച്ചാൽ എല്ലാത്തിൽ നിന്നും മോചനം ലഭിക്കും. സ്വർഗത്തിൽ എവിടെ വേണമെങ്കിലും കിടക്കാം. സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ പോയാൽ അല്ലാഹു നൽകും. ഇതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ദുആ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത വിശദീകരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒഴിവാക്കുക. എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ്, പടച്ചവന് തരാൻ കഴിവുള്ളവനാണ്. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ദുആയിൽ ഒഴിവാക്കണമെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഹിബ്ബുൽ ജവാമിഅ മിനദ് ദുആഇ വയദഉ മാ സിവാ ദാലിക. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാരസമ്പൂർണമായ ദുആകളെ ഇഷ്ടപ്പെടുമായിരുന്നു, അതല്ലാത്ത ദുആകളെ ഉപേക്ഷിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകനാ എങ്ങനെയാണ് ഈ ജാമി എന്ന് പറഞ്ഞാൽ എന്താണ്? വാചകം ചെറുതും ആശയം വിശാലവുമായ, അല്ലെങ്കിൽ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മകൾ ഉൾക്കൊണ്ട, അല്ലെങ്കിൽ എല്ലാ മുഅ്മിനീങ്ങളുടെയും കാര്യങ്ങൾ ഉൾപ്പെട്ട ദുആ, ഇതുപോലെയുള്ള ദുആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെറിയ ദുആയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ ദുആയ്ക്കകത്ത് എല്ലാം ഉണ്ട്, ദുനിയാവ് ആഖിറവും എല്ലാം ഈ ദുആ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ ചെയ്യുമായിരുന്നു, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇത് അറിയാത്ത ആരുമില്ല. ഈ ദുആയിൽ എല്ലാം ഉണ്ട്, ദുനിയാവ് ആഖിറവും രക്ഷപ്പെടാൻ എല്ലാ കാര്യങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദുആയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുമ്പോൾ അമിതമായി പറയേണ്ട ഒരു വാചകം കൂടെയാണിത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല സമഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ഫീ ലൈലതി ലസാഅ ല യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹു ഖൈറ മിൻ അംരി ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹ ഇയ്യാഹു ദാലിക കുല്ല ലൈലത്തിൻ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, എല്ലാ രാത്രി
രാത്രിയിലും ഒരു സമയമുണ്ട്. മുസ്ലിമായ ഒരു ദാസൻ ആ സമയത്ത് ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു തആല തീർച്ചയായും അത് അവന് കൊടുക്കുന്നതാണ്. എല്ലാ രാത്രിയിലും ഇങ്ങനെ ഒരു സമയമുണ്ടെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു, എല്ലാ ദിവസവും രാത്രി ഒരു നല്ല സമയമുണ്ട്. ആ ഒരു സമയത്ത് അല്ലാഹുവിനോട് ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. എന്ത് ദുനിയാവിലെയും ആഖിറത്തിലെയും ഏത് കാര്യം ചോദിച്ചാലും അല്ലാഹുവിന് നൽകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയമാണെന്ന് പറയുന്നു. 2 മണി 3 മണി, രാത്രിയുടെ 1/3 പറയുന്നു. ആ സമയത്ത് അല്ലാഹു ആകാശത്തിന്റെ 1ാമത്തെ കവാടത്തിൽ ഇറങ്ങി വന്നിട്ട് അല്ലാഹു ചോദിക്കും, എന്നോട് ചോദിക്കുന്നതാരാ, തൗബ ചെയ്യുന്നതാരാ, ഞാൻ അവരെ പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അല്ലാഹു വന്നിരിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ദുആ രാത്രിയിൽ ആ സമയങ്ങളിൽ ദുആ ചെയ്യുക. അല്ലാഹുവിനോട് ഏകാന്തമായിരുന്നു കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുക. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ചറബ്ബ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. കരുണക്കടലായ പടച്ചറബ്ബ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗികളായി കിടക്കുന്നവർക്ക് അല്ലാഹു പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇതിനു വേണ്ടി ആത്മാർത്ഥമായി മാസങ്ങളായിട്ടുള്ള ഈ ക്ലാസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ ഇഖ്ലാസോടുകൂടി കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ കരുണക്കടലായ പടച്ചുറബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരവും കുടുംബവും വല്ലാത്ത പ്രയാസത്തിലാണ്. ടെസ്റ്റ് കഴിഞ്ഞ് എന്താണ് റിസൾട്ട് എന്നറിയില്ല. വളരെ പ്രയാസത്തിൽ. കരുണക്കടലായ പടച്ചുറബ് അല്ലാഹുവിന്റെ കരുണ കൊണ്ട്, ഔദാര്യം കൊണ്ട്, പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ സഹോദരന് ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.